അപ്പോസ്തലപ്രവർത്തികൾ 12-ാം അധ്യായത്തിൽ പറയുന്നു, ആ കാലത്ത് ഹെരോദ രാജാവ് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദകരമായി എന്ന് കണ്ടവൻ പത്രോസിനെയും പിടിച്ചു. ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേരാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. അതായത് വിചാരണ നേരിടേണ്ടതിൻ്റെ തലേരാത്രിയിൽ 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി പടയാളികളുടെ നടുവിൽ ഉറങ്ങുവാൻ പത്രോസിന് സാധിച്ചത് വിശുദ്ധ യോഹന്നാൻ 14:27 പറയുന്ന യേശു എന്ന രക്ഷകൻ നൽകിയ സമാധാനത്താലാണ്. 2 വിശുദ്ധ മത്തായി 16 പറയുന്ന യേശുക്രിസ്തുവിലുള്ള പത്രോസിൻ്റെ അചഞ്ചലമായ വിശ്വാസത്താലാണ്. 3 വിശുദ്ധ മത്തായി 16:16 പറയുന്ന നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ശ്ലീഹ നടത്തിയ വിശ്വാസ പ്രഖ്യാപനത്താലാണ്. 4 അപ്പോസ്തലപ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ പറയുന്ന പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവരുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാ ശക്തിയാലാണ്. 5 ഗലാത്യർ 5:22 പറയുന്ന കർത്താവ് ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനത്താലാണ്. പ്രിയമുള്ളവരെ, നാം ആയിരുന്നു ആ സ്ഥാനത്തെങ്കിൽ വിചാരങ്ങളാൽ നാം പരവശരാകില്ലേ? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയായ അവൻ അയച്ചവനിൽ നാം വിശ്വസിക്കുമ്പോൾ ആത്മാവിൻ്റെ 3ാമത്തെ ഫലമായ സമാധാനം നമ്മിലും ഒരു തേജസ്സായി നിറയുമെന്ന് വചനം നമുക്ക് ഉറപ്പു തരുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന് 1 പത്രോസ് 5:7 കൂടി 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി പടയാളികളുടെ നടുവിൽ ഉറങ്ങിയ പത്രോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.